ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പിളർന്നു പോയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണ് ആദ്യമായി ഉണ്ടായ ഒരു പാർട്ടി. കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസ് വേറെ ഉണ്ടായി. അതിനുശേഷം CPI, അതിൽ നിന്ന് പിളർന്നാണ് CPI ഉണ്ടാകുന്നത്. EMS അടക്കമുള്ള ആളുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത്. അതിൽ നിന്ന് 10-30 പേർ ഇറങ്ങിപ്പോയാണ് CPM ഉണ്ടാക്കുന്നത്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് പാർട്ടികൾ ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. അത് വലതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നവരുമുണ്ട്, ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. CPM ആയി, CPI ആയി, അവർ രണ്ടും ഇടതുപക്ഷത്തിൽ നിൽക്കുന്നു. ഒരു ഇടതുപക്ഷ ലൈനിൽ തന്നെ നിൽക്കുന്ന RSP ഉണ്ട്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്. ഇടതുപക്ഷ ലൈനിൽ നിൽക്കുന്ന SUCI ഉണ്ട്. അതല്ല, ഇടതുപക്ഷ ലൈൻ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ച് പോകുന്ന പാർട്ടികളാണ്. ഏറെയും കുറഞ്ഞുമാണ്, അത് എത്ര വിശ്വസിക്കുന്നു അത് വേറെ. പക്ഷെ അവരൊരു ബേസിക്കലി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ഇടതുപക്ഷക്കാരാണ്. പല പക്ഷത്താണ് നിൽക്കുന്നത്. RSP ഇപ്പോൾ UDFിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, പക്ഷെ അവർ ഇടതുപക്ഷമാണ് ബേസിക്കലി. അത് കഴിഞ്ഞ് വീണ്ടും പാർട്ടികൾ ഉണ്ടാവുകയാണ് കേരളത്തിൽ. JSS ഉണ്ടായി, ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് KR ഗൗരിയമ്മയെ പുറത്താക്കിയപ്പോൾ, CPM പുറത്താക്കിയപ്പോൾ പുതിയ പാർട്ടി ഉണ്ടായി. MV രാഘവനെ പുറത്താക്കി CPM. അപ്പോൾ CMP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMP ഉണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, സംസ്ഥാന തലത്തിലെ പ്രധാന നേതാവാണ് CP ജോൺ. ഇപ്പൊ മന്ത്രിയും കൂടെയാണ്, ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അത് കഴിഞ്ഞ് TP ചന്ദ്രശേഖരൻ വീണ്ടും ഒഞ്ചിയത്ത് കലാപം ഉണ്ടാക്കി, വലിയ ബഹളം ഉണ്ടാക്കി. ഒഞ്ചിയത്തെ അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായിട്ട് അവർ തെറ്റി. N വേണുവും TP ചന്ദ്രശേഖരനും KK രമേശ് സംഘമൊക്കെ പുറത്തു വന്ന് അവർ RMP ഉണ്ടാക്കി, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ CPI, CPM, RMP, CMP, RSP, SUCI, ഇങ്ങനെ കുറേ പാർട്ടികളുണ്ട്. പിന്നെ ബംഗാളിലൊക്കെ ബോൾഷെവിക് പാർട്ടി ഉണ്ട്, കുറേ പാർട്ടികളുണ്ട്. പിന്നെ നക്സൽ ബാരികൾ, മാവോയിസ്റ്റുകൾ, അത് വേറൊരു സ്ട്രീമാണ്, അതൊരു തീവ്രവാദ സ്ട്രീമിലേക്ക് പോകുന്ന വേറൊരു സ്ട്രീമാണ്. ഇപ്പോഴത്തെ പയ്യന്നൂർ കേന്ദ്രമായി V കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഇടതുപക്ഷ പാർട്ടി വരാനോ ഇടതുപക്ഷ കൂട്ടായ്മ വരാനോ ഉള്ള സാധ്യതയുണ്ട്. അത് RSPയുടെ സീറ്റിലാണ്, സ്വതന്ത്രമായി RSPക്ക് കിട്ടിയ സീറ്റിലാണ് സ്വതന്ത്രനായി V കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചത്. പക്ഷെ ജയിക്കുകയും ചെയ്തു. പക്ഷെ ജയിച്ചു കഴിഞ്ഞ് തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ RSPയുടെ കാൻഡിഡേറ്റ് അല്ല, ഞാൻ സ്വതന്ത്രനാണ്, അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കും. RSPക്ക് കിട്ടിയ സീറ്റ് സ്വതന്ത്രനായി എനിക്ക് തന്നു, എന്നെ പിന്തുണച്ചു UDFകാർ എന്നുള്ളതേ ഉള്ളൂ, ഞാൻ സ്വതന്ത്രമായ പാർട്ടി ഉണ്ടാക്കും. അപ്പോൾ പയ്യന്നൂർ കേന്ദ്രമായി ഇനി തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ അതിനകത്ത് ഉണ്ടാകുമോ? കാര്യം അദ്ദേഹം CPM വിരുദ്ധനായി നിന്ന് CPM നിന്ന് പുറത്തു പോയി അദ്ദേഹം പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ ആളാണ്. ഒരാൾ പുറത്തു പോയി, ഒരാൾ പുറത്താക്കി, എന്തായാലും അവർ രണ്ടും പുറത്താണ്. അവർ ഇനി പുതിയ പാർട്ടി ഉണ്ടാക്കുമോ? അങ്ങനെ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആ പാർട്ടി G സുധാകരൻ അതിനകത്ത് കാണുമോ? അടുത്തൊരു ചോദ്യം. മാത്രമല്ല, CPMനകത്ത് ഇപ്പോൾ അനഭിമതരായിട്ട് നിൽക്കുന്നവരും ഇഷ്ടമല്ലാതെ നിൽക്കുന്നവരും തർക്കിച്ച് നിൽക്കുന്നവരും അല്ലെങ്കിൽ പല പല കാരണങ്ങളാൽ CPMന് അസ്വസ്ഥമായി നിൽക്കുന്നവരെല്ലാം കൂടി അവർ പുതിയ പാർട്ടിയിലേക്ക് പോകുമോ? ഡോക്ടർ ആസാദിനെ പോലെയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികളുണ്ട്. ഉമേഷ് ബാബു, പിന്നെ ആസാദ്, ഇങ്ങനെ കുറേ പേരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള. പാണ്ഡ്യാല ഷാജി കണ്ണൂർക്കാരനാണ്. ഇങ്ങനെ കണ്ണൂർ തന്നെ ഒത്തിരി ആളുകൾ പിന്നെ CPMനകത്ത് വലിയ തോതിൽ വിമതന്മാരെന്നോ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവരോ ഇടതുപക്ഷക്കാരോ ആയിട്ട് നിൽപ്പുണ്ട്. ഇവരെല്ലാം കൂടിയുള്ളൊരു ഇടതുപക്ഷ പാർട്ടി ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി കൂടി ഇനി കണ്ണൂരിൽ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറെ സീനിയേഴ്സ് ആയിരിക്കും അതിന് മുൻതൂക്കം കൊടുക്കുന്നത്. TK ഗോവിന്ദനായാലും നല്ല സീനിയറാണ്, V കുഞ്ഞികൃഷ്ണനാണ് വളരെ സീനിയറാണ്, പാർട്ടിക്കകത്ത് വളരെ പ്രധാന നേതാക്കളായിരുന്നു. അപ്പോൾ അവർ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ആ പാർട്ടിയിലേക്ക് ന്യൂജൻകാർ പോകുമോ, അതോ സീനിയേഴ്സ് ആയിട്ടുള്ള CPMൽ അസ്വസ്ഥതയുള്ള ആളുകൾ അതിലേക്ക് പോകുമോ? എന്തായാലും കൃത്യമായി ഒരു പാർട്ടി കൂടി വരുന്നു എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ പാർട്ടിയായിട്ട് വരുമോ, ഇടതുപക്ഷ കൂട്ടായ്മയായിട്ട് വരുമോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് വരുമോ, അതോ അതൊരു വേറൊരു സംഘടനയായിട്ട് വരുമോ എന്നൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. എന്തായാലും പയ്യന്നൂർ കേന്ദ്രമായി പുതിയ ഒരു സംവിധാനം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നടക്കട്ടെ. പയ്യന്നൂരിൽ നിന്ന് അടുത്ത പാർട്ടി വരുന്നു,
അങ്ങനെ CPM ഇനി തമാശ നടക്കാൻ പോകുന്നത് CPM നിന്ന് ഇനിയും പുതിയ പാർട്ടികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം CPM സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആഭ്യന്തരമായി വലിയ കലാപം നടക്കുകയാണ്. ഈ കലാപത്തിനൊരു ഏകീകൃത രൂപം ഇപ്പോഴില്ല, പക്ഷെ അത് ഉണ്ടായിക്കൂടാന്നില്ല. ഇപ്പോഴാണ് അവർ നിൽക്കുന്നത് പിണറായി വിജയനെ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് നേതൃത്വം. പക്ഷെ ആ പിണറായി വിജയന്റെ ഒരു ഡൗൺ സ്ട്രീമിലേക്ക് പിണറായി വിജയൻ പോകുന്നതോടുകൂടി അതായത് അടുത്ത സമ്മേളനത്തോടുകൂടി പാർട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം മുതൽ അഖിലേന്ത്യാ കോൺഗ്രസ് വരെ, പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന സമ്മേളനങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. ഇപ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഓരോ ജില്ലയിലും, ഓരോ മണ്ഡലത്തിലും, ഓരോ പഞ്ചായത്തിലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇപ്പോൾ പയ്യന്നൂരിൽ നിന്ന് വീണ്ടും പുതിയ പാർട്ടി ഉദയം ചെയ്യുന്നു. ഓഞ്ചിയത്ത് നിന്ന് പുതിയ പാർട്ടി ഉണ്ടായപ്പോൾ അതിനെ തകർക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഓഞ്ചിയം പഞ്ചായത്തിൽ അവർ വളരെ ശക്തമാണ്. തൊട്ടടുത്ത പല പഞ്ചായത്തുകളിലും വളരെ ശക്തമാണ്. KK രമ 2ാം തവണയും അവിടെ നിന്ന് MLA ആണ്. അതുപോലെ V കുഞ്ഞികൃഷ്ണൻ വീണ്ടും അവിടെ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയാൽ അവർ ഇനിയോടെ ജയിക്കില്ലെന്നോ അവരുടെ പാർട്ടിയിലെ പുതിയ ആളുകൾ ജയിക്കില്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മുന്നണി രാഷ്ട്രീയമായതുകൊണ്ട് UDFന്റെ കൂടെ നിൽക്കാൻ പറ്റും. LDFിൽ ഇപ്പൊ എന്തായാലും നിർത്തത്തില്ലല്ലോ CPM. അപ്പോൾ തീർച്ചയായിട്ടും UDFന്റെ കൂടെ വീണ്ടും പാർട്ടികൾ ഉണ്ടാവും. ഇതിനിടയിലാണ് വളരെ രസകരമായ മറ്റൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. CPI ഇടതുപക്ഷം വിടണം, അവർ ഐക്യമുന്നണിയിലേക്ക് പോകണം എന്നൊരാവശ്യം CPI സമ്മേളനങ്ങളിൽ നിന്ന് ഗൗരവമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം അടുത്ത 5-10 വർഷക്കാലം കൊണ്ട് എങ്ങനെയായിരിക്കും വേർതിരിക എന്നുള്ളതും വളരെ കൗതുകമുള്ള ഒരു രാഷ്ട്രീയമാണ്.